എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുക, അതുവഴി നിങ്ങളുടെ കുറച്ച് ആശങ്കകൾ പരിഹരിക്കുക, മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു വലിയ ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷ്യം നമുക്ക് ഇന്ന് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. മക്കളെ, LDC പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ. ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടർന്ന് പഠിച്ചു തുടങ്ങാം എന്നുള്ള ആ ഒരു ഇതിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ആ ഒരു ധാരണ ശരിയാണോ എന്നുള്ളത് ആദ്യമേ വിശകലനം ചെയ്യും. പരീക്ഷ എഴുതുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചതിന് ശേഷം ആ ഡയറക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും. ആദ്യമായിട്ട് നമുക്കെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹം വലിയ ആശങ്കയിലായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ധവളപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശ ഉണ്ടായിരുന്നു, അതായത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം എന്നുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് കേരള സർക്കാർ കടക്കുമോ എന്നുള്ള വലിയൊരു ആശങ്കയിലായിരുന്നു കേരളത്തിലെ PSC പരീക്ഷയ്ക്ക് നേരിടുന്ന അല്ലെങ്കിൽ PSC പരീക്ഷ തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ. അത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ചെലുത്തി. യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് അത് മാറുമെന്ന് സർക്കാർ മനസ്സിലാക്കിയതിനു ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് തൽക്കാലത്തേക്ക് പോകേണ്ട, പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ടതില്ല, അതുവഴി സർക്കാരിന് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ ബജറ്റിലെ അങ്ങനെയുള്ള ശുപാർശകളെല്ലാം തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ 20 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥി സമൂഹത്തിൽ അവർക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ആദ്യമേ കേരള സർക്കാരിന് നന്ദി പറയുന്നു. ഒരു വലിയൊരു ആശങ്കയിലായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഉദ്യോഗാർത്ഥി സമൂഹം. ആ ഒരു ആശങ്ക പരിഹരിച്ചതിന് തീർച്ചയായിട്ടും നന്ദി. ഇനി അടുത്ത LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം മക്കളെ, LDC പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ PSC എന്ന് പറയുമ്പോൾ LDC ആണല്ലേ. കാരണം കേരള PSC നടത്തുന്ന ഏറ്റവും വലിയൊരു മത്സര പരീക്ഷയാണ് LDC പരീക്ഷ. 18 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. കാരണം സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ LD. ആ LDയിൽ കയറി നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതറ്റം വരെ ആകാൻ സാധിക്കും, നമ്മുടെ സാലറി സ്കെയില് എങ്ങനെയാണ്, ആ ഒരു സാലറി കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് മക്കളെ, നമുക്ക് 2023 അവസാനത്തെ LD പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. 2026 നവംബർ ഡിസംബറോടുകൂടി, അതായത് ഡിസംബറിന്റെ അവസാനത്തോടുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. 2026 ഡിസംബർ 31 അല്ലെങ്കിൽ 30-ാം തീയതി വരാൻ പോകുന്ന ഗസറ്റിലെ ഇത്തവണത്തെ LD പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ LD പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, പ്രായപരിധിയിൽ സർക്കാർ വർധനവ് വരുത്തി. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വയസ്സ് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അടുത്ത LD പരീക്ഷ എഴുതാവുന്നതാണ്. 43 വയസ്സ് വരെയുള്ള OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 45 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ ഈ LD പരീക്ഷ നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ സാധിക്കും. അതായത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ 2/1/1986 മുതൽ 1/1/2008 വരെ ഈ 2 തീയതികൾ ഉൾപ്പെടെ അതിനുള്ളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അടുത്ത LD പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. സംവരണം ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞത്. നിങ്ങളൊരു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, ഈഴവ, തീയ, ബില്ലവ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്. അങ്ങനെയാണെങ്കിൽ 2/1/1983 മുതൽ 1/1/2008 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്
അടുത്ത LD പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് വരുന്നില്ല. ഇനി മറ്റൊരു അവസരമില്ല. ഈ ഒരു അവസരത്തോടു കൂടി അടുത്ത റാങ്ക് പട്ടിക വരുമ്പോൾ നമ്മളുടെ റാങ്ക് ആദ്യത്തെ 100-നകത്തേക്ക് നമ്മളുടെ പേരുകൾ വരുത്തണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ള എല്ലാ ആശങ്കകളും പരിഹരിച്ചു തരാം. മക്കളെ, നിങ്ങളൊരു SC/ST-യിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ കൺവേർട്ടഡ് ടു അതർ കമ്മ്യൂണിറ്റി, SC/ST-യിൽ നിന്നും മറ്റു മതങ്ങളിലേക്ക് കൺവേർട്ട് ആയ പോയ ആളുകളാണെങ്കിൽ കൂടി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1981 മുതൽ 1/1/2008 വരെയുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാൻ സാധിക്കുമോ, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ മറുപടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യമേ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എനിക്ക് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതല്ലേ നിങ്ങളുടെ ആദ്യ ചോദ്യം. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞില്ലേ? പ്രായം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുമോ? അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും രണ്ടാമത് നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്, സാറേ ഇതിന്റെ ശമ്പളം എങ്ങനെയൊക്കെയാ, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ. ഒരു LD ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? നിലവിലെ അവസ്ഥ, നിലവിലെ പേ കമ്മീഷൻ അനുസരിച്ച്, പുതിയ പേ കമ്മീഷൻ വന്നിട്ടില്ല, നിലവിലെ പേ കമ്മീഷൻ അനുസരിച്ച് ബേസിക് പേ 26,500 രൂപ ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 26,500 ബേസിക് പേ. അതിന്റെ കൂടെ ക്ഷാമബത്ത DA 22% ചേർത്തിട്ട് 5,830 രൂപ അതുകൂടി നിങ്ങളുടെ സാലറിയിലേക്ക് വരും. അപ്പൊ 26, 5, 31, 32,000 രൂപ ഇപ്പോൾ തന്നെ ഏകദേശം ആയി കഴിഞ്ഞു. റൗണ്ട് ചെയ്തിട്ട് ഒരു 32,000 രൂപയ്ക്ക് മേലെ ആയി. ഇനി നിങ്ങൾക്ക് HRI കിട്ടും. അത് മാറ്റമുണ്ട്. അത് 4, 6, 8, 10% എന്നിങ്ങനെ മാറ്റമുണ്ട്. നിങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിലോ അല്ലെ ഗ്രാമപ്രദേശങ്ങളിലാണോ താമസിക്കുന്നതെങ്കിലോ അതിൽ മാറ്റമുണ്ട്. നമുക്കൊരു 1,200 രൂപ മുതൽ 2,650 രൂപ വരെ HRI ഹൗസ് റെന്റ് അലവൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു 32, 33 രൂപ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 33,530 മുതൽ 35,000 രൂപ വരെ സാലറി തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടും. ഇത് ഒരു വർഷം കഴിയുമ്പോൾ മാറ്റം വരും. എന്തായാലും തുടക്കത്തിൽ LD ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് ആദ്യ മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 33,000 to 34,000 രൂപയാണ്. അതിൽ നിന്നുമാണ് പിന്നീട് PF, ESI പോലെയുള്ള അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നതായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കണ്ട. അപ്പൊ എന്തായാലും ഒരു തുടക്കത്തിലെ ഒരു LDയുടെ സാലറി എന്ന് പറയുന്നത് ഇനി വ്യക്തതയോടുകൂടി നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ചെയ്യുവാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് LD എന്ന് പറയുന്ന പരീക്ഷ. അങ്ങനെ LD പരീക്ഷ എഴുതി നിങ്ങൾ ഒരു LD ആയി കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ, ഒരു ചെറിയ സമയം കഴിയുമ്പോൾ നിങ്ങൾ UD ക്ലർക്കായിട്ട് മാറും. പിന്നെയും കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ സീനിയർ ക്ലർക്കായിട്ട് മാറും. ആ സീനിയർ ക്ലർക്കിൽ നിന്നും നിങ്ങൾ ഹെഡ് ക്ലർക്കായിട്ട് മാറുകയും ആ ഹെഡ് ക്ലർക്കിൽ നിന്നും നിങ്ങൾ JS അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ടന്റ് ആയിട്ട് മാറുന്നു. പിന്നീട് നിങ്ങൾ സീനിയർ സൂപ്രണ്ടന്റ് ആയിട്ട് മാറുന്നു. ഇതാണ് ഒരു സാധാരണ ബേസിക് ഘട്ടം. ഇത് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് മാറും. നിങ്ങൾ റവന്യൂ വകുപ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങ് അറ്റം വരെയൊക്കെ പോകാം. ഒരു DC, ഡെപ്യൂട്ടി കളക്ടർ വരെയൊക്കെ ലെവലിലേക്ക് പോകാൻ ചെറിയ പ്രായത്തിലാണ് നിങ്ങൾ ആ ഒരു സർവീസിൽ കയറുന്നതെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകുവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് LD എന്ന് പറയുന്ന പരീക്ഷ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷ. ഇവിടെ സാലറി അല്ല, നമ്മുടെ ആ ഒരു കരിയറിലുള്ള ഗ്രോത്ത് ആണ് ഇവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കരിയറിലെ ഒരു LD ആയിട്ട് കയറി സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ വലിയ ഒരു പൊസിഷനിൽ നിന്ന് വിരമിച്ചുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള ശിഷ്ട ജീവിതം വലിയ പെൻഷനോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു സാലറി അവസാനം നമ്മുടെ ആ ഒരു പൊസിഷനും അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു പെൻഷനും ഒക്കെ ചേർത്ത് പിടിക്കുമ്പോൾ LD എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷയാണ് മക്കളെ. വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു പരീക്ഷയാണ്.
10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എഴുതാൻ സാധിക്കുന്ന, അവനവന്റെ ജില്ലയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് രാവിലെ 10 മണിക്ക് ഓഫീസിലെത്തി വൈകുന്നേരം 5 മണിക്ക് അവനവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന, നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ വരുവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ? മക്കളെ, നിങ്ങൾക്കിനി ഒരു 5-6 മാസം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ മഹത്തായ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2027 ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി പരീക്ഷ നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, വേറെ 2 ഘട്ടങ്ങൾ പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല. ഒരു പരീക്ഷ 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷ. ആ 100 മാർക്കിന്റെ OMR പരീക്ഷയിലെ നിങ്ങൾ ഒരു 10, 60, 70 മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയാണോ വെച്ചേക്കുന്നത് അവിടെ ആദ്യത്തെ 100-നകത്ത് നിങ്ങളുടെ പേര് വരും. ആ 100-നകത്ത് പേര് വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെ 8 മാസം അല്ലെ 1 വർഷം പോട്ടെ, 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ ജോലിയിലേക്ക് ആ ഒരു കേരള സർക്കാരിന്റെ ടാഗ് ഇട്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു സുന്ദര നിമിഷത്തിലേക്ക് കടന്നു പോകുന്ന ആ ഒരു സുന്ദര നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ നടന്നു നീങ്ങാൻ. ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം. നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പർ എന്തായിരിക്കണം? കേരള സർക്കാരിന്റെ ആ ഒരു നീല ടാഗ് ആയിരിക്കണം. നിങ്ങളുടെ ആ ഒരു ഫോൺ നോക്കുമ്പോഴെല്ലാം നിങ്ങൾ എന്റെ ജോലി എന്ന് പറയുന്നത് കേരള സർക്കാരിലേക്ക് ഞാൻ എത്തിച്ചേരണം, എന്റെ കഴുത്തിൽ ഒരു കേരള സർക്കാരിന്റെ ഒരു ടാഗ് വരുന്നിടം വരെ ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമെന്നുള്ള വലിയൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന LDC പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും മക്കളെ. അത് കയ്യിലിരിക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി, വലിയ കരിയർ ഗ്രോത്ത് ആണ് ആ പരീക്ഷയ്ക്ക്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വലിയ സാധ്യത നിങ്ങൾ തള്ളിക്കളയാതെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത്. പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കണം. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ സമയം കിട്ടത്തില്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. സമയം കിട്ടത്തില്ല. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ നമുക്ക് സമയം കിട്ടത്തില്ല. നിങ്ങൾ എത്ര ആഞ്ഞു പിടിച്ചാലും അല്ലെ അത്രയ്ക്കും പണിയെടുത്തെങ്കിൽ മാത്രമേ സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് റിവിഷൻ നടത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോഴതല്ല. ഇപ്പൊ നിങ്ങൾക്ക് കൂൾ മൈൻഡോടുകൂടി സിലബസ് കേന്ദ്രീകരിച്ച് പതുക്കെ പതുക്കെ, നിങ്ങൾ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും കുറേശ്ശെ പഠിച്ച് ഒരു ഹെക്റ്റിക് ലോഡ് ഇല്ലാത്ത രീതിയിലെ ഈ ദൗത്യം നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. പരീക്ഷ എഴുതി നോക്കാം. നിങ്ങളുടെ മാർക്കുകൾ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. പഠനത്തിലെ നമുക്ക് ഓവർലോഡ് ഇല്ലാതെ ഈ ഒരു ദൗത്യം നമുക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾ എന്ത് പറയുന്നു? അതോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? എടാ, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായവരല്ലേ? 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള, ആദ്യമേ ഞാൻ പറഞ്ഞ ഏജ് ലിമിറ്റിനകത്തുള്ള മുഴുവൻ പേരും ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിലെ കേരള സർക്കാരിന്റെ ടാഗ് വരും. ആ നീല ടാഗിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എങ്കിൽ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, 2028 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അതിൽ ആദ്യത്തെ 50-നകത്ത് നിങ്ങളുടെ പേരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർത്തും വ്യക്തത വരുത്തുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി നടന്നു നീങ്ങുക. ഓരോ ദിവസങ്ങളും നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടുകളാക്കി മാറ്റിയെടുക്കണം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിന്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. ഒരു 1 അവർ ലൈവിൽ നിങ്ങൾ എങ്ങനെയാണ് LDC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തീർച്ചും നമ്മുടെ ഒരു പാനല്, ഒരു അധ്യാപക കൂട്ടായ്മ CCയിലെ കഴിഞ്ഞുപോയ LDC പരീക്ഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അത് തുടർന്ന് വന്ന മറ്റു ചില മത്സര പരീക്ഷകൾക്ക് നേതൃത്വം കൊടുത്ത CCയിലെ ഏറ്റവും മികച്ച അധ്യാപക ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഏറ്റവും പുതിയ LDC ബാച്ചിലെ അവരുടെ സേവനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകൾക്ക് നേരിടാവുന്നതാണ്. ആ ബോർഡ് നമ്പറിലെ 8590202323 എന്ന് പറയുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുഴുവൻ അധ്യാപകരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത LDC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇനി ഒരൊറ്റ ചിന്ത മാത്രം,
2028 എൽ ഡിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ 2028 എൽ ഡിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ഞാനുണ്ടാകും എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.